മാഞ്ചസ്റ്ററിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്തു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയ്ക്ക് ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇറങ്ങിയ ഓപ്പണർമാരിൽ നിന്നും ആദ്യം പുറത്തായത് രാഹുലായിരുന്നു. ജയ്സ്വാളിനൊപ്പം 94 റൺസിന്റെ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് ശേഷമായിരുന്നു രാഹുലിന്റെ പുറത്താകൽ. നിലവിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസെന്ന നിലയിലാണ് ഇന്ത്യ. ഇംഗ്ലണ്ടിന്റെ പേസ് ബൌളർമാരായ ക്രിസ് വോക്സ്, ജോഫ്ര ആർച്ചർ, ബ്രൈഡൻ കാർ എന്നിവരാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ സമ്മർദ്ദം സൃഷ്ടിച്ചത്. പിച്ചിന്റെ സ്വഭാവം ആദ്യം ബൌളിംഗ് പിന്തുണയ്ക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഇംഗ്ലണ്ട് അതിന് തക്കവിധത്തിൽ തീരുമാനമെടുത്തത്. അവരുടെ കൃത്യമായ ലൈൻ ലെങ്ത് ബൌളിംഗാണ് ഇന്ത്യയുടെ തുടക്ക റൺസിൽ തടസ്സം സൃഷ്ടിച്ചത്. ഇതുവരെ മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരവും ജയിച്ചിട്ടില്ല എന്നത് ടീമിന് സമ്മർദ്ദമായി മാറിയിരിക്കുകയാണ്. ഇതേസമയം മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ട് ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് പരമ്പര സ്വന്തമാക്കാനാകും. ഈ ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിന്റെ മികച്ച റെക്കോർഡും ടീമാത്മവിശ്വാസവും അവരെ മുന്നിലാക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യൻ പേസ് വിഭാഗത്തിൽ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും നേതൃത്വം നൽകും. എന്നാൽ അമിത ജോലിഭാരത്തെ തുടർന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട്. പരമ്പരയിൽ തുടർച്ചയായ 4ാം മത്സരത്തിനും ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനാണ് ഭാരമേറ്റത്. അതേസമയം ഇന്ത്യയുടെ നടുവിൽ ഓൾറൗണ്ടർമാരുടെ സംഭാവനയും ടീമിന്റെ വിജയസാധ്യതയിൽ നിർണായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു.